ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാനിപ്പോൾ ഇന്ന് കുറച്ച് ചീരയുണ്ട്, പകുതി എടുത്തു, പകുതിയുണ്ട്. ശരി, അതിനെ മുറിച്ചിട്ടുണ്ട്. ഭയങ്കര ചെറുതായിട്ട് മുറിക്കേണ്ട ആവശ്യമില്ല, അരയ്ക്കാനാണ്. അപ്പം നമുക്ക് തുടങ്ങാം. ചീര സ്പിനാച്ച് റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കൊടുത്തുവിടാനൊക്കെ പറ്റിയ ഒരു റൈസാണ്. ഓക്കെ, ഞാനിതപ്പോൾ ഇത്ര വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ചട്നി ഗ്രൈൻഡറിലിട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ ചീര ഇട്ടിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരാം. ഓക്കെ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ അരച്ച് കൊണ്ടുവന്നു. അടുത്ത പ്രോസസ്സ് കാണിച്ചു തരാം. ചീര അരച്ചത്, പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളി, ഒരു വലിയ ഉള്ളിയുടെ പകുതി, ഒരു 3 പച്ചമുളക്, ചെറിയ പച്ചമുളക്, പിന്നെ പട്ട, കരയാമ്പൂ, ഏലക്ക, പിന്നെ അതിന് വേണ്ട ചോറ്. തലേ ദിവസം ഉണ്ടാക്കി വെച്ചാലും നന്നായിരിക്കും കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പ്, മഞ്ഞൾ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അടുപ്പത്ത് പാത്രം വെച്ചിട്ട് നമ്മൾ അതിന് വേണ്ട എണ്ണ, 2 സ്പൂണ് നെയ്യ് വേണം കേട്ടോ അതിന്. ഇത് വെച്ച പട്ട, കരയാമ്പൂ, ഏലക്കായി ഇട്ടു. അതാവുമ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ടു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കാം. അധികം റെഡ് ആവണ്ട. അതിന് മുമ്പായിട്ട് നമുക്ക് ഉള്ളിയും പച്ചമുളകും ഇടാം. ഉള്ളിയും പച്ചമുളകും ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, അതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തു. ചീര അരച്ചതും ഇട്ട് കൊടുത്തു. അടച്ച് വെച്ച് സിമ്മിൽ വയ്ക്കുക. ഓക്കെ, നല്ലോണം ഒന്ന് കുറുകണം. ചോറിടാം. ഓക്കെ, എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാം. നമ്മുടെ സ്പിനാച്ച് റൈസ് റെഡി. നല്ല ഉപ്പൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ട്. ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാൻ എന്തെങ്കിലും സൈഡ് ഡിഷ്, എന്തെങ്കിലും കോളിഫ്ലവറോ ഉരുളക്കിഴങ്ങോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. ഇഷ്ടപ്പെട്ട് കഴിക്കും കുട്ടികൾ. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു സോ മച്ച്. നമ്മുടെ ചീര റൈസ് റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു സോ മച്ച്.